ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം. ഇവന്മാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു, അമ്മേന്റെ ക്യൂബ് എടാ നിക്കാൻ അവിടെ. ബബ്ലു കേറ് കേറ്. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. എന്താ അവിടെ? ദേ ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ, ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്നേ. ദേ തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിൽ ഇട്ടോണം, ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ എന്തോ ചെയ്യും? ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെറുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ വേഗം അടുക്കി വെക്ക. വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു. ആഹാ, കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്കാം. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ, കേട്ടോ? അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് നാ വഴി പോവാം. ആ ശരി ശരി. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അയ്യോ. വണ്ടി കയ്യിന്ന് വിട്ടുപോയതാ. ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വെച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ചു വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നുമില്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേട്ടന്റെ വണ്ടിയില് ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്തു പറയും? ആഹാ, രണ്ടുപേരും എവിടായിരുന്നു? എന്താ ഇത്രയും താമസിച്ചേ? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? നീ വന്നേ.
പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. ഉമ്മ. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചേ. ആണോടാ? കാത്തു, ദേ മഴയത്ത് കളിക്കണ്ടാട്ടോ, നനയും. ഹോ, എല്ലാ രസവും പോയി. അയ്യോ അമ്മേ, അമ്മേ. കാത്തു, നമ്മൾ എവിടെയാ? അറിയില്ല. പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാനല്ലേ താഴേക്ക് വീണത്. നീ വീണത് കണ്ടപ്പോ രക്ഷിക്കാൻ ഞാനും കൂടെ ചാടി. ഇപ്പൊ നമ്മൾ രണ്ടും പെട്ടു. നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അപ്പു. ഞാൻ കാത്തു. ആരാ? ഇതേതാ സ്ഥലം? ആഹാ, ഇവിടെ ആദ്യായിട്ടല്ലേ. ഞാൻ മിട്ടു. ഇത് എന്റെ നാടാ, കുറിഞ്ഞിക്കാട്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ. ഒരു പരുന്താ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പരുന്തിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങള്. ഈ തേൻ കഴിച്ചോ, നിങ്ങളുടെ ക്ഷീണം മാറും.
എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ. ശരിയാ, മിട്ടുവിനെ ഞങ്ങളെ ഇവിടെയെല്ലാം കാണിക്കാമോ? ഞാൻ എപ്പോഴേ തയ്യാർ. പക്ഷേ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. ചിലരെയൊക്കെ പേടിക്കുകയും വേണം. ഞങ്ങൾ കളിക്കുന്ന ഒരു പുൽമേടുണ്ട്, നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ. നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? ദാ നോക്ക്, ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ. എന്തൊരു ഭംഗിയാ! നീലമലകളോ? നമുക്കിവിടുന്ന് പോയാലോ? എന്തോ പ്രശ്നമുണ്ട്. ഓടിക്കോ, ചെന്നായാണ് പൂക്കാട് ചെമ്പൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ. ഓടിക്കോ. കാത്തു, ഈ മരത്തിലേക്ക് കേറി വാ. അമ്മേ, രക്ഷപ്പെട്ടു കാത്തു. ചതിച്ചോ? അപ്പോ മിട്ടു മാളത്തിൽ കയറി രക്ഷപ്പെട്ടതാ. ഓ, ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത്. ശരിയാ. എന്താ കിട്ടു? എന്താ മുഖത്തൊരു വാട്ടം? ചേച്ചി എവിടെ? ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടിയില്ല. ആഹാ, അവളിങ്ങ് വരട്ടെ, അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി? കാത്തു, ഇനി എന്ത് ചെയ്യും? മിട്ടുവിനെ ചെമ്പൻ പിടിച്ചത് തന്നെ. നമുക്കാദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പന് നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ആ, ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ? അതില് തൂങ്ങിക്കിടക്കുന്ന ആ വലിയ കായ കണ്ടോ? ആ, അതൊരു ചക്കയല്ലേ? അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാം കാത്തു. ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മളെങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറങ്ങിയാൽ ഏതായാലും ചെമ്പൻ കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയുമോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം ഓടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ച് വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പോ നീയും സൂക്ഷിക്കണേ.
അതൊക്കെ എന്റെ കൈ കിട്ടും. അമ്മേ, അയ്യോ അയ്യോ, മാന ഒടിഞ്ഞു വീണേ. അയ്യോ, വെള്ളരിക്ക പട്ടണത്തിലെ പുതിയ രാജാവായി വാഴിക്കപ്പെട്ടെങ്കിലും വീരു ഇപ്പോഴും കുസൃതിയും കുറുമ്പും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞു കുട്ടി തന്നെയാണ്. വളർത്തച്ഛനായ ചിത്രാംഗതനും വീട്ടുകാരും തന്നെയാണ് അവന്റെ മനസ്സ് നിറയെ. വീരു, മോനെ, ദേ എഴുന്നേക്ക്, നേരെ ഒത്തിരിയായി, എഴുന്നേക്ക് മോനെ. ചേട്ടനും ചേച്ചിയും വീരുവിനെ കട്ടിലിൽ നിന്ന് കുലുക്കി വിളിച്ചു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന വീരു കണ്ടതോ രാജമാതാവിനെ. ആഹാ, അപ്പൊ നീയാണല്ലേ എന്നെ പേടിപ്പിച്ചത്. കാണിച്ചു തരാം ഞാൻ. അയ്യോ, ശരി, ദാ എടുത്തോ. വീരു, രാജമാതാവിന്റെ ശബ്ദം കേട്ട് കുരങ്ങൻ ഓടി മറഞ്ഞു. മുറി അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ട് രാജമാതാവ് ഊറിച്ചിരിച്ചു. വീരു, ഇതുവരെ എഴുന്നേറ്റില്ലേ? രാജസദസ്സിൽ എല്ലാവരും എത്തി. ഇനിയും താമസിക്കാൻ പറ്റില്ല. രാജമാതാവ് വീരുവിനെ നന്നായി ഒരുക്കി സിംഹാസനത്തിൽ ഇരുത്തി. രാജസദസ്സിൽ മന്ത്രിയും സേനാപതിയും മറ്റു പരിവാരങ്ങളും രാജാവിന്റെ വാക്കുകൾക്കായി പഞ്ചപുച്ഛമടക്കി നിന്നു. മോനെ, ഇപ്പൊ കളിക്കാനുള്ള സമയമല്ല. അപ്പോഴാണ് ഒരു മരം വെട്ടുകാരൻ രാജാവിനെ മുഖം കാണിക്കാൻ രാജസദസ്സിലെത്തിയത്. മന്ത്രി കാര്യം തിരക്കി. അയ്യോ തിരുമനസേ, രാവിലെ മുതൽ ഒരു കുട്ടി കുരങ്ങൻ ഞങ്ങളെ ഒന്നിനും സമ്മതിക്കാതെ വലയ്ക്കുകയാണ്. വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ തങ്ങളെ ശല്യപ്പെടുത്തിയതും തടിയുടെ ഇടയിൽ വെച്ചിരുന്ന ആ പൂരി അവന്റെ വാല് ചതഞ്ഞ കാര്യവും
മരം വെട്ടുകാരൻ വിസ്തരിച്ചു പറഞ്ഞു. നിലവിളിച്ചു കരയുന്ന കുരങ്ങനെ മറ്റൊരു മരം വെട്ടുകാരൻ അപ്പോഴേക്കും കൊണ്ടുവന്നു. അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടും ഞങ്ങളെ വിട്ടു പോകുന്നില്ല. കരച്ചില് കാരണം ജോലി ചെയ്യാനും പറ്റുന്നില്ല. കനിവുണ്ടായി ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. കുരങ്ങനെ കണ്ടതും വീരുവിന് ആളെ മനസ്സിലായി. വീരുവിന് ആകെ സങ്കടമായി. കുഞ്ചു, ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. വീരുവിന്റെ പരിചരണം കൊണ്ട് കുഞ്ചുവിന്റെ വാൽ പതിയെ സുഖപ്പെട്ടു. അങ്ങനെ അവർ ഒറ്റ ചങ്ങാതിമാരായി. ഒന്നിച്ച് കഴിക്കുക, കളിക്കുക, ഉറങ്ങുക, ഇതൊക്കെ പതിവായി. എന്നാൽ രണ്ടുപേരുടെയും കുസൃതികൾ ചേർന്നപ്പോൾ അതതിരില്ലാത്ത വികൃതിയായി മാറി. രാജാവിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഒരിക്കൽ കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണുപോയ വീരുവിനെ കുഞ്ചു അതിസമർത്ഥമായി രക്ഷിച്ചു. അങ്ങനെ രാജമാതാവ് കുഞ്ചുവിനെ വീരുവിന്റെ അംഗരക്ഷകനായി നിയമിച്ചു. കുഞ്ചുവാകട്ടെ പടച്ചട്ടയും തൊപ്പിയും നീണ്ട ഒരു വടിയുമായി സദാസമയവും വീരുവിന്റെ കൂടെ നടപ്പായി. കുഞ്ചുവിന് അഹങ്കാരവും വികൃതിയും നാൾക്ക് നാൾ കൂടി വന്നു. വീരു ഒഴികെ മറ്റാർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. കൊട്ടാരത്തിലെല്ലാവരുടെയും സ്വൈര്യം കെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കളിച്ചു തളർന്ന വീരുവിന് പതിവില്ലാതെ നല്ല ഉറക്കം വന്നു. കുഞ്ചു, എനിക്ക് നല്ല ഉറക്കം വരുന്നു, എന്നെ ആരും ശല്യപ്പെടുത്താതെ നോക്കണേ. കുഞ്ചു തലകുലുക്കി സമ്മതിച്ചു. അവൻ ഉത്സാഹത്തോടെ വീരുവിന് കാവൽ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഈച്ച പറന്നു വന്ന് വീരുവിന്റെ മൂക്കിലിരുന്നു. ആട്ടിക്കളഞ്ഞപ്പോൾ വീണ്ടും വന്ന് കവിളിലിരുന്നു. കുഞ്ചു ആട്ടിപ്പായിക്കാൻ ശ്രമിക്കും തോറും ഈച്ചയും വാശിയോടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് കുഞ്ചുവിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. കുഞ്ചുവിന്റെ എല്ലാ നിയന്ത്രണവും വിട്ടു. അവൻ ഈച്ചയെ അടിക്കാനായി വടിയെടുത്ത് ആഞ്ഞു. കുഞ്ചു, വേണ്ട! കുഞ്ചു, നീ എന്താണ് ഈ ചെയ്തത്? രാജമാതാവിന് അപ്പോഴാണ് ഒരു കുരങ്ങനെ അംഗരക്ഷകനാക്കിയതിലെ വിഡ്ഢിത്തം മനസ്സിലായത്. കുഞ്ചുവിന് ഇനി അവിടെ നിന്നാലുള്ള അപകടവും മനസ്സിലായി. അവൻ പടച്ചട്ടയും വടിയും എല്ലാം ഉപേക്ഷിച്ച് വെള്ളരിക്ക പട്ടണത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു. ഒരു പച്ചത്തവള ചാടിച്ചാടിപ്പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം രണ്ട്. രണ്ട് പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു,
ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 4. 4 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 5. 5 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 6. 6 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 7. 7 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 8. 8 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 9. 9 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 10. നീ എന്താണ് അന്വേഷിക്കുന്നത്? ഞാനൊരു എലിയെ തിരയുകയാണ്. ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന എലി എങ്ങോട്ടോ പോയി. നീ എന്തിനാണ് എലിയെ ഓടിക്കുന്നത്? കൊള്ളാം, വീട്ടിലെ എലിയെ പിടിക്കുന്നതാണ് എന്റെ ജോലി. ആട്ടെ, നീ എന്തിനാണ് എപ്പോഴും ഇവിടെ കിടക്കുന്നത്? നിനക്കറിയില്ലേ, വീടിന് കാവലാണ് എന്റെ ജോലി. എലിയെ ഞാൻ ഇവിടം വരെ ഓടിച്ചതാണ്. ശരി, എലി എവിടെയുണ്ടെന്ന് ഇനി ഞാൻ പറയാം. എലി മാളത്തിനകത്തുണ്ട്. ഇനി നിനക്ക് അവനെ പിടിക്കാനാവില്ല. എലി മാളത്തിനകത്തുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് മണത്ത് നോക്കി അറിയാൻ കഴിയും. നീയൊരു മിടുക്കൻ തന്നെ. നീ എന്നോടൊപ്പം കളിക്കാൻ വരുന്നോ? ശരി. ഹായ്, ഒരു പന്ത്. നമുക്ക് കളിക്കാം. അയ്യോ, പന്ത് പോയല്ലോ. ഇനി നമ്മൾ എങ്ങനെ കളിക്കും? നോക്കട്ടെ. പന്ത് കാണാനില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഹായ്, പന്ത് കിട്ടി. ചെടികൾക്കിടയിൽ ഇരുട്ടാണല്ലോ. നിനക്ക് എങ്ങനെ പന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? എത്ര ഇരുട്ടിലും എനിക്ക് കാണാൻ കഴിയും. അയ്യോ, പന്ത് വെള്ളത്തിൽ വീണു. വേഗം പോയി പന്തെടുക്ക്. ചെടികൾക്കിടയിൽ പോയപ്പോൾ പന്തെടുത്തത് ഞാനാണല്ലോ. ഇനി നിന്റെ ഊഴമാണ്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. എനിക്ക് വയ്യ. എനിക്ക് പന്ത് വേണം. നീയാണ് പന്ത് തട്ടി വെള്ളത്തിലിട്ടത്. അല്ല, നീയാണ്. നീ തന്നെ എടുക്കണം. അത്രയ്ക്കും മിടുക്കനാണെങ്കിൽ മരത്തിൽ കയറി എന്നെ പിടിക്ക്. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്? ഇതാ നിങ്ങളുടെ പന്ത്. ഇതിനു വേണ്ടി ഇനി വഴക്കുണ്ടാക്കണ്ട. ചങ്ങാതിമാർ ഒരിക്കലും പിണങ്ങില്ല.
പന്ത് കിട്ടി. ഇനി താഴെ ഇറങ്ങി വന്നോളൂ. എനിക്ക് പിണക്കമില്ല. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ വീഴും. അത്ഭുതം തന്നെ, നീ വീഴാതെ നിന്നല്ലോ. അതും എന്റെ ഒരു മിടുക്കാണ്. അയ്യോ, നിന്റെ അമ്മ വന്നു. നിന്നെ വിളിക്കുന്നുണ്ട്. വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ കേട്ടില്ലല്ലോ എന്റെ അമ്മ വിളിക്കുന്നത്. നീ എങ്ങനെ കേട്ടു? ദൂരത്തുള്ള ചെറിയ സ്വരം പോലും എനിക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഇരുട്ടിലും കാണുന്നത് പോലെ അല്ലേ? വാ പോകാം.